I greet you all in the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. I believe everyone is doing good in the grace of God. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ കൃപയിൽ സകലരും സുഖമായിരിക്കുന്നു. Please don't be very serious. വളരെ സീരിയസ് ആയിരിക്കരുത്. Because I need to be strengthened by your smile. നിങ്ങളുടെ ആ മന്ദസ്മിതത്താൽ ചിരിയാലാണ് ഞാൻ ബലപ്പെടുന്നത്. So for today's meditation from the Word of God, I would like to turn your attention to 1 Peter. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്നത് പത്രോസിന്റെ 1-ാം ലേഖനത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. Let's look on to the letter of 1 Peter. പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനം. So here, this letter, Peter is writing to a dispersion of people who are going through many kind of sufferings. ഇവിടെ പത്രോസ് ഈ ഒരു ലേഖനം എഴുതുന്നത് സഭ പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ ശോധനകളിലൂടെ കടന്നു പോകുന്ന സഭയ്ക്കാണ് എഴുതുന്നത്. A dispersion of people, lot of people in different places who believe in Jesus, but they are going through many sufferings. പലയിടത്തും ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്കാണ് എഴുതുന്നത്. അവർ പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. So words chapter 1 verse 3 onwards. 1-ാമത്തെ അധ്യായം 3-ാം വാക്യം മുതൽ Here we can see that we have an inheritance in heaven. അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ We have an inheritance in heaven. നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു അവകാശമുണ്ട്. And we are kept by the power of God to obtain that inheritance. ആ അവകാശത്തെ പ്രാപിക്കാനായിട്ട് നമുക്കൊരു ശക്തി നൽകുകയാണ്. God is keeping us by his power. ദൈവം അവന്റെ ശക്തിയാൽ നമ്മെ സൂക്ഷിക്കുകയാണ്. And through faith. അങ്ങനെ വിശ്വാസത്താൽ. So here a faith is very important. ഇവിടെ വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. Because God has given us promise. കാരണം ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. And he keeps us with his power. അവന്റെ ശക്തിയാൽ നമ്മെ സൂക്ഷിക്കുകയാണ്. But we need to believe. പക്ഷേ നമുക്കത് വിശ്വസിക്കണം. And by believing I mean believing till the end. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം വരെയും വിശ്വാസത്തിൽ നിലനിൽക്കുക. That's what is written in verse 5. അതാണ് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. Through faith for salvation ready to be revealed in the last time. Verse 5. 1 Peter chapter 1 verse 5. We are kept പത്രോസ് by the power 1-ന്റെ of God. 5 ക്ഷയം മാലിന്യം. 1 Peter chapter 1 verse 5. We have to keep our faith until the end. That is the main point I want to talk today. അതിൽ മെയിനായിട്ട് പറയുന്നത്, മുഖ്യമായിട്ട് പറയുന്നത് നമ്മുടെ ആ വിശ്വാസത്തെ അന്ത്യത്തോളം നിലനിർത്തണമെന്നാണ്. We have to keep our faith until the end. അവസാനം വരെയും നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. Because there are many things that will happen in our life. കാരണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ that will make us to shiver from the faith, shatter. അവിടെ നാം വിശ്വാസത്തിൽ നിന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. Many things may happen in our life. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കാം. But the scripture says we have to endure till the end. എന്നാൽ വചനം പറയുന്നു അവസാനം വരെയും ആ വിശ്വാസത്തിൽ നിലനിൽക്കുക. In the whole this letter we can see the church is going through many kind of sufferings. ഈ ലേഖനത്തിൽ മുഴുവനും നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സഭ പലതരത്തിലുള്ള ശോധനകളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. These sufferings, even though the sufferings come in our life, Peter is telling that sufferings, even though it comes in our life, that will prove the genuineness of our faith. എന്നാൽ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അത് അവസാനത്തോളം നിലനിൽക്കുന്നു എങ്കിൽ അത് നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തും അല്ലെങ്കിൽ ഉറപ്പിക്കും. So even though sufferings come in our life, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോഴും it will not break us down. എന്നാൽ അത് നമ്മെ വീഴ്ത്തിക്കളയത്തില്ല. It will only strengthen our faith. അത് നമ്മെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. That is what should happen in a Christian's life. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കേണ്ടത്. Because we are in this world which is fallen.
കാരണം നാം ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഈ ലോകമെന്ന് പറയുന്നത് വീണുപോയ And ലോകമാണ്. there is a time given for us, God has given us a time until the end. എന്നാൽ അവസാനം വരെയും ദൈവം ഒരു സമയം നമുക്ക് And during നൽകിയിരിക്കുകയാണ്. those times, there will be many trials and tribulations in our life. ആ അന്ത്യസമയത്തോളം നമ്മുടെ ജീവിതത്തിൽ പലതരമായിട്ടുള്ള പരിശോധനകളും കഷ്ടങ്ങളും വന്നെന്നിരിക്കും. Our faith will be tested. നമ്മുടെ വിശ്വാസത്തെയും പരിശോധിക്കും. But until the end, we have to stand. എന്നാൽ അവസാനം വരെയും നാം ആ വിശ്വാസത്തിൽ നിലനിൽക്കുക Here it എന്നുള്ളതാണ്. says in verse 6 and 7, എന്നാൽ ഇവിടെ 1 Peter chapter 1, 6ഉം 7ഉം വാക്യങ്ങൾ പറയുന്നു, that the genuineness of your faith, when you are going through sufferings, your faith will be tested and proved. Here it says, when you are tested and tried, your faith will be proved. Verse ഇവിടെ 7. ഇവിടെ എഴുതിയിരിക്കുന്നു 6 and 7. 6. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. So sufferings comes in our life to make our faith strong. എന്നാൽ ഈ കഷ്ടങ്ങൾ വരുന്നതെല്ലാം നമ്മെ ബലപ്പെടുത്തുവാൻ So if you are a വേണ്ടിയാണ്. believer, നാം ഒരു if you വിശ്വാസിയാണെങ്കിൽ, believe in Jesus, നിങ്ങൾ യേശുവിൽ from that വിശ്വസിക്കുന്നുവെങ്കിൽ day onwards, ആ ദിവസം your മുതൽ faith will be tested. നിങ്ങളുടെ വിശ്വാസത്തെ You പരിശോധിക്കും. know, if someone asks me, ഒരു വ്യക്തി എന്നോട് ചോദിക്കാൻ, do you believe in Jesus? നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? I would say that is only one thing that I'm 100% sure, and he is my God. I believe in him. ഈ ഒരു കാര്യമാണ് എനിക്ക് ഉറപ്പോടെ 100% ഉറപ്പോടെ പറയാൻ കഴിയുന്നത്. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. And he is my God. അവൻ എൻ്റെ ദൈവമാണ്. But എന്നാൽ if any situation come contrary in my life, എന്നാൽ ഇത് പ്രതികൂലമായി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ I start വരികയാണെങ്കിൽ to doubt. അവിടെ എനിക്ക് സംശയിക്കാൻ I ഇടയാണ്. start to ask questions. അവിടെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. Why? എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? How is this happening? ഇത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ So like സംഭവിക്കുന്നു? this, many kind of questions can come in our life. ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. Because we always expect that everything should happen good because we are in Jesus. നാം യേശുവിലായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതുപോലെ പോകുമെന്ന് നാം ചിന്തിക്കാം. And if anything happens contrary, we start doubting, we start asking questions. എന്നാൽ ഇതിന് വിരോധമായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. But here in the whole epistle, we can see in every chapter, we can see that sufferings makes us perfect. എന്നാൽ ഈ ലേഖനത്തിൽ മുഴുവൻ വായിക്കുമ്പോൾ നാം കാണുന്നത് പലതരത്തിലുള്ള കഷ്ടങ്ങളും ശോധനകളിലൂടെയും കടന്നു പോകുന്നതിനെ In കുറിച്ചാണ്. chapter 1, it says, sufferings make our faith firm. It will make our faith firm. 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, നമ്മുടെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ If വേണ്ടിയാണ്. you look into chapter 2, 2-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ verse 19 onwards, 19 മുതലുള്ള here വാക്യങ്ങൾ, we can see that we may suffer persecutions, or we may suffer wrongfully. നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകും. പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്ന് Not പറയും. because we did something wrong. അത് നാം എന്തെങ്കിലും മോശമായി ചെയ്തത് കൊണ്ടല്ല. If someone wrongs against us, we can suffer. മറ്റൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് കഷ്ടങ്ങളുണ്ടാകാം. But for that also we have hope. അവിടെയും നമുക്ക് പ്രത്യാശയുണ്ട്. Verse 21 says, Christ also suffered, leaving us an example. ഇവിടെ എഴുതിയിരിക്കുന്നു 21-ാം വാക്യത്തിൽ, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ച് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. Even though you suffer wrongfully without any cause, ഒരു കാരണവും കൂടാതെ നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു we പോകുന്നുവെങ്കിൽ have an example. അതിന് നിങ്ങളുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. Jesus Christ. അത് യേശു He ക്രിസ്തുവാണ്. suffered without any cause. ഒരു കാരണവും കൂടാതെ അവൻ കഷ്ടങ്ങൾ So അനുഭവിച്ചു. we have to follow in his steps. അവന്റെ കാൽപാതകളെയാണ് നാം When അനുഗമിക്കേണ്ടത്. people reviled against him, he did not revile back. അവന് വിരോധമായി ജനം എന്തൊക്കെ ചെയ്തെങ്കിലും അവൻ അതിന് വിരോധമായി ഒന്നും And ചെയ്തില്ല. when he suffered, he did not threaten. എത്ര കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും അവൻ അതിന് വിരോധമായി ഒന്നും But he പറഞ്ഞില്ല. committed himself to the Lord who judges righteously. നമ്മെ നീതിയോടെ ന്യായം വിധിക്കുന്ന ആ ദൈവത്തിന് അവൻ കീഴ്പ്പെട്ടിരുന്നു. So whenever we suffer wrongfully, എങ്ങനെയായാലും ഏത് വിധത്തിലും നാം ഒരു തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, without a cause, ഒരു കാരണവും കൂടാതെ വരുമ്പോഴും we do not have to be discouraged. നാം
അധൈര്യപ്പെടരുത്. Because Christ is our example and he suffered without a cause and he is his footsteps that we follow. കാരണം നമ്മുടെ മുന്നിൽ യേശുക്രിസ്തു അതിന് ഒരു ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. അവൻ ഒരു കാരണവും കൂടാതെ കഷ്ടങ്ങൾ അനുഭവിച്ചു. Now if you read in chapter 3, എന്നാൽ 3-ാം അധ്യായം വായിക്കുമ്പോൾ again chapter 3 verse 13 onwards, we can see sufferings come in our life because of Jesus' name. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ, അതിൽ നീതി Sufferings come in our life because of the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നമുക്ക് കഷ്ടതകൾ Verse ഉണ്ടാകുന്നത്. 13 onwards, you can read that. അത് 13-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കാം നമുക്ക്. Because of righteousness' sake, you may go through sufferings. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. You are blessed. You are blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. So whenever we are suffering because of the name of Jesus, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം കഷ്ടത we do not have അനുഭവിക്കുന്നത്. to be afraid നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. because we are blessed. കാരണം നാം Because the അനുഗ്രഹിക്കപ്പെട്ടവരാണ്. glory of God dwells upon us. കാരണം നമ്മിൽ ദൈവത്തിന്റെ ആ തേജസ് നമ്മിൽ വസിക്കുന്നുണ്ട്. Now if you read in chapter 4, എന്നാൽ 4-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, chapter 4, 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ verse 12 onwards, 12-ാം വാക്യം മുതൽ again it says about sufferings. അവിടെ വീണ്ടും കഷ്ടതകളെ കുറിച്ചാണ് പറയുന്നത്. But in all these places, എന്നാൽ ഈ എല്ലാ ഭാഗങ്ങളിലും chapter 1, 2, 3 and 4, 1 മുതൽ 4 വരെയുള്ള it അധ്യായങ്ങളിൽ talks about sufferings that will come in our life. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കഷ്ടതകളെ കുറിച്ചാണ് പറയുന്നത്. And when you come to chapter 5, 5-ാം അധ്യായത്തിലേക്ക് the വരുമ്പോൾ last verse, അവസാന വാക്യം, chapter 5 was last verses was 9 and 10, 5-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ, verse 10. 10-ാം വാക്യം, But may the God of all grace, who called us to his eternal glory by Christ Jesus, after you have suffered a while, perfect, establish, strengthen and settle you. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. So this word is the ultimate word. ഈ വാക്യമാണ് നമുക്ക് നിത്യമായി ഉള്ളത്. Because sufferings will come in our life, കാരണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ but it's വരുമ്പോൾ only for a while. അത് We have to know അല്പനേരത്തേക്കുള്ളതാണ്. that it's only for a while. അത് അല്പനേരത്തേക്ക് മാത്രമാണ്. Any kind of sufferings, എങ്ങനെയുമുള്ള കഷ്ടതകൾ it's only for a while. അത് അല്പനേരത്തേക്ക്. And after you have suffered a while, ആ അല്പനേരത്തെ കഷ്ടം അനുഭവിച്ചു through കഴിയുമ്പോൾ that sufferings, the Lord is making us perfect. ആ കഷ്ടതകളിലൂടെ നമ്മെ When പൂർണ്ണരാക്കുകയാണ്. sufferings come in our life, let's not say that God gave us this suffering. അങ്ങനെ കഷ്ടതകൾ വരുമ്പോൾ നാം പറയരുത് ദൈവം നമ്മെ കഷ്ടതകൾ നൽകിയെന്ന്. God is not giving us sufferings. ദൈവം നമുക്ക് കഷ്ടതകൾ തരുന്നില്ല. Before the fall of man, there was no sufferings. മനുഷ്യൻ വീഴുന്നതിന് മുൻപ് അവന് ഒരു കഷ്ടതയുമില്ലായിരുന്നു. But the sufferings came because of sin. എന്നാൽ ആ പാപത്തിലൂടെയാണ് ഈ കഷ്ടതകളെല്ലാം But even though we are the reason for the sufferings in this world, ഈ ലോകത്തിൽ നാം കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കാരണത്താലായാൽ God കൂടി is using that to make us perfect. അതിലൂടെയും ദൈവം നമ്മെ പൂർണ്ണരാക്കുകയാണ്. Because our faith has to be tested. കാരണം നമ്മുടെ വിശ്വാസത്തെ You know പരിശോധിക്കേണ്ടതുണ്ട്. why our faith has to be tested? എന്തുകൊണ്ട് ആ പരിശോധന നടക്കേണ്ടത്? Our heart is not always straight. നമ്മുടെ ഹൃദയം നേരെയുള്ളതല്ല. We also don't know our own heart. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് തന്നെ അറിയത്തില്ല. It changes every time. ഓരോ സമയം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. You know, in the Old Covenant and in the New Covenant, we can see many places where people were tested by God. പഴയ നിയമത്തിലും പുതിയ ഉടമ്പടിയിലും നാം കാണുന്നു ദൈവം പലരെയും പരിശോധിച്ചു. Now, when God is testing their heart, He wants to show them what is their heart. അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം പരിശോധിക്കുമ്പോൾ ആ ഹൃദയത്തിൽ എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് Because ദൈവം. we ourselves don't know. കാരണം നമുക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ ഹൃദയത്തിൽ We എന്താണ്. say we believe. നാം വിശ്വസിക്കുന്നുവെങ്കിലും Whatever God says, we say we believe. നാം എപ്പോഴും പറയുന്നു നാം വിശ്വസിക്കുന്നുവെന്ന്. But if any test comes for what you believe, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നതിന്റെ ഒരു പരിശോധന വരുമ്പോൾ that is when we will know if we are standing firm or not. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നാം ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നോ ഇല്ലയോ എന്ന്. So there is a need for our faith to be tested. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. So suffering is like a form, or suffering is something like an instrument used
to test us. അത് ഈ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ Test. അതിനെ പരിശോധിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. Yeah, something like an instrument. അതൊരു ഇൻസ്ട്രുമെന്റ് പോലെയാണ്. So, if you read in chapter 4, 1 Peter chapter 4, 4-ാം അധ്യായം വായിക്കുമ്പോൾ here we can see we also go through sufferings because of our sins. നമ്മുടെ പാപങ്ങളാൽ നാം ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. We go through sufferings when people wrong against us. മനുഷ്യർ നമുക്ക് വിരോധമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും കഷ്ടങ്ങളിലൂടെ കടന്നു We പോകും. also suffer because of the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമുക്ക് കഷ്ടതകൾ ഉണ്ടാകാം. But sometimes we also suffer wrongfully without any cause. ഒരു കാരണവും കൂടാതെയും നാം കഷ്ടത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. Chapter 4 it says we also suffer because of our sins. നമ്മുടെ പാപങ്ങളാലും നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന അവസരങ്ങളുണ്ടെന്ന് 4-ാം അധ്യായത്തിൽ Because പറയുന്നു. we know sin means disobeying the commandments of God. പാപമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയെ And ലംഘിക്കുന്നതാണ്. when we disobey God's commandment, there is consequences. ദൈവത്തിന്റെ കൽപ്പനയെ നാം ലംഘിക്കുമ്പോൾ അതിന് ഒരു പരിണത ഫലവുമുണ്ട്. That is when we suffer the consequences of our sin. അങ്ങനെയാണ് നമ്മുടെ പാപത്തിന്റെ പരിണത ഫലങ്ങളെ നമുക്ക് അനുഭവിക്കേണ്ടി But here വരുന്നത്. in chapter 4:1 it says, therefore, since Christ suffered for us in the flesh, arm yourselves also with the same mind, for he who has suffered in the flesh has ceased from sin. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. Here it says, when we suffer because of our sins, നമ്മുടെ പാപങ്ങൾ കൊണ്ട് നാം കഷ്ടം അനുഭവിക്കുമ്പോൾ we will be able to cease from committing that sin again and again. എന്നാൽ ആ കഷ്ടം ആ പാപം വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കാൻ നമ്മെ എന്ത് ചെയ്യുക, അവിടെ രക്ഷിക്കുകയാണ് ദൈവം. Because in our former lives we have done many kinds of sin and we lived in sin. നമ്മുടെ പഴയ ജീവിതത്തിൽ നാം പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തു. But God let us go through the sufferings, the consequences of that sin. എന്നാൽ ആ പാപത്തിന്റെ പരിണത ഫലത്തിലൂടെ നമ്മെ കടത്തി വിടുകയാണ് At ദൈവം. that time we cannot blame God. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ദൈവത്തെ അതിന് ബ്ലെയിം ചെയ്യാൻ കഴിയത്തില്ല. One of the thing that we need to know is whenever sufferings comes, we have to recognize it. നമുക്ക് എപ്പോഴൊക്കെ കഷ്ടതകൾ വരുന്നു അതിന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. We have to recognize why this suffering is coming in our lives. അപ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഈ കഷ്ടം എൻ്റെ ജീവിതത്തിൽ വന്നത് എന്തുകൊണ്ടാണ്. If you are not recognizing the reason, അതിന്റെ കാരണം നാം കണ്ടെത്തിയില്ലെങ്കിൽ we will always blame others or we will blame God. We can even blame ourselves. നമ്മെ തന്നെ നാം വിധിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായോ മറ്റു വ്യക്തികളുടെ വിരോധമായോ നാം സംസാരിക്കും. When sufferings come in our life, we can blame God for the reason or people for that reason. അങ്ങനെ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കും അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി സംസാരിക്കും. But first thing that we have to know is that whenever sufferings come in our life, any kind of situations, we have to recognize why it is coming in our life. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ നാം അതിന് പിന്നിലുള്ള കാരണത്തെ അന്വേഷിക്കണമെന്ന്. Because many kind of sufferings come through different ways. പല തരത്തിലുള്ള കഷ്ടങ്ങൾ പല വിധമായും വരാനുള്ള സാധ്യതകളുണ്ട്. There is also sickness that comes in our life. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. We can say sickness is also kind of suffering. ഈ രോഗങ്ങളും ഒരു തരത്തിലുള്ള കഷ്ടമാണ്. But some people say God gives sickness. ചില വ്യക്തികൾ പറയാറുണ്ട് ദൈവമാണ് ഈ രോഗം തരുന്നത്. But God is not the one who gives us sickness. ദൈവം ഒരുവനും രോഗം തരുന്നില്ല. God is not the one giving us sickness. ദൈവമല്ല രോഗം തരുന്നത്. If you read in Matthew chapter 8, മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം verse 17. 8:17. Here it says that he himself took our infirmities and he bore our sickness on his body. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് എഴുതിയിരിക്കുന്നു. Jesus took our sickness, he took our diseases on his body. യേശു കർത്താവ് നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു. So there is no need for him to give us sickness. അതുകൊണ്ട് അവൻ നമുക്ക് രോഗം തരേണ്ട കാര്യമില്ല. He took our sickness. നമ്മുടെ രോഗങ്ങളെ അവൻ എടുത്തു. He took our diseases. നമ്മുടെ സകല രോഗങ്ങളെയും അവൻ എടുത്തു. So that we can be healed by his stripes. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. But many people say God allows sickness.
എന്നാൽ പലരും പറയാറുണ്ട് ദൈവം ഈ രോഗം എനിക്ക് നൽകി അല്ലെങ്കിൽ രോഗം അനുവദിച്ചു I'm എന്ന്. not trying to blame them. അവരെ ഞാൻ ബ്ലെയിം ചെയ്യുകയല്ല, I'm not saying they're right or wrong. അവർ ശരിയാണോ തെറ്റാണോ എന്ന് But let പറയുകയല്ല. us see what the scripture says. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നതെന്ന് That നമുക്ക് Jesus took our sickness and our diseases on his body. യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകളെ എടുത്തു, നമ്മുടെ രോഗങ്ങളെയും വ്യാധികളെയും എടുത്തു. For any kind of sicknesses, there is healing. എങ്ങനെയുള്ള രോഗങ്ങളായാലും അതിന് ഒരു When സൗഖ്യമുണ്ട്. Jesus Christ came in this world, when he started preaching the kingdom of God, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു the തുടങ്ങിയപ്പോൾ scripture says he healed all kinds of sickness. വചനം പറയുന്നു അവൻ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി. There is not even one sickness that he could not heal. അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. So we don't have to think that there is some kind of sickness that can be healed and others cannot be healed. We don't have to think like that. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല. ഒരു തരത്തിലുള്ള രോഗങ്ങളെ സൗഖ്യമാക്കി മറ്റു ചില രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. He healed all kinds of sickness. അവൻ എല്ലാ രോഗങ്ങളെയും And സൗഖ്യമാക്കി. also he gave us a promise അതോടൊപ്പം തന്നെ അവൻ വാഗ്ദത്തവും that നൽകി, everyone who believes in my name, എന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഓരോ nothing വ്യക്തിയും will harm you. അത് ഒന്നും നിങ്ങൾക്ക് ദോഷം Even if വരുത്തില്ല. you drink something poisonous, it will not hurt you. വിഷയുക്തമായ എന്തെങ്കിലും നിങ്ങൾ കുടിച്ചാലും അത് നിങ്ങൾക്ക് ഹാനി And you will വരുത്തില്ല. lay hands on the sick people and you will heal them. നിങ്ങൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും. He did not say you can heal this kind of sickness and not that kind of sickness. He did not say that. അവൻ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും, ഇത്തരത്തിലുള്ളതിന് കഴിയാൻ പറ്റത്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. So we have to believe that any kind of sicknesses he can heal. ഏത് തരത്തിലുള്ള രോഗങ്ങളെയും കർത്താവിന് സൗഖ്യമാക്കാൻ You കഴിയും. know, the highest percentage of the sickness that come in our life is connected to our mind and emotions. നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഏറ്റവും അധികമായിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും സംബന്ധിക്കുന്നതാണ്. I hope you agree with me. ഞാൻ കരുതുന്നു നിങ്ങൾ എന്നോടൊപ്പം ഇത് It's വിശ്വസിക്കുന്നു. always connected with our mind and emotions. നമ്മുടെ വികാരങ്ങളോടും മനസ്സിനോടും സംബന്ധിച്ചാണ് അധികമായ You know, രോഗങ്ങൾ. according to science, there is 4 kinds of diseases. സങ്കീർത്തനങ്ങൾ Science. sorry. Science. പല ശാസ്ത്രം. ശാസ്ത്രം പറയുന്നു അധികമായ 4 രോഗങ്ങളും kinds of diseases. 4 തരത്തിലുള്ള രോഗങ്ങളുണ്ടെന്ന്. We all know that. I'm not trying to give you any science class here, but I just want to give scriptures for that. ഞാൻ സയൻസിനെ കുറിച്ച് പറയാനല്ല, എന്നാൽ ദൈവവചനത്തിൽ നിന്ന് പറയുവാനാണ് So like ആഗ്രഹിക്കുന്നത്. the science says there is 4 kinds of diseases. സയൻസ് പറയുന്നു, ശാസ്ത്രം പറയുന്നു 4 തരത്തിലുള്ള രോഗങ്ങളുണ്ട്. Those sickness that happen internally and also externally. അത് പുറമേയുള്ളതും അകമേയുള്ളതുമായ രോഗങ്ങളെ കുറിച്ചാണ് Like those പറയുന്നത്. sickness that come from outside and affect us, like viruses and bacteria. പുറമേ നിന്ന് വരുന്ന ബാക്ടീരിയ, വൈറസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ കൊണ്ടിടുന്നത്. And also internal issues. നമ്മുടെ അകമേയുള്ള പ്രശ്നങ്ങൾ, It can be any kind of deficiency. ഏത് വിധേനയുമുള്ള കുറവുകളിലൂടെ രോഗങ്ങൾ Any വരുന്നത്. kind of deficiency. എങ്ങനെയുമുള്ള കുറവുകൾ It can also sickness can also come from generation, that is hereditary. നമ്മുടെ പാരമ്പര്യമായിട്ട് വന്ന രോഗങ്ങളുമായി തീരാം. And also diseases that comes because of any of our organs that is not working properly. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ ശരിയായ വണ്ണം അത് പ്രവർത്തിക്കാത്തത് കൊണ്ടും രോഗങ്ങൾ So ഉണ്ടാകാം. there is infectious disease. അത് ബാധിക്കുന്ന No. So there is infectious disease. First of all, we have infectious disease. ഏത് തരത്തിലുമുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് Like അല്ലെങ്കിൽ bacteria, virus and all that. ബാക്ടീരിയ, വൈറസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതിലൂടെ ഈ രോഗങ്ങൾ There is ഉണ്ടാകാം. also deficiency diseases. എന്തെങ്കിലും കുറവുകളിലൂടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം. There is also hereditary diseases. പാരമ്പര്യമായുള്ള രോഗങ്ങൾ There ഉണ്ടാകാം. is also physiological diseases that happens when our organs are not working according to how it should work. ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ബാധിക്കുന്ന അത്തരത്തിലുള്ള രോഗങ്ങൾ But the ഉണ്ടാകാം. highest percentage of sickness comes in all these 4 is because of our mind and emotions. എന്നാൽ അധികമായ രോഗങ്ങളും വരുന്നത് നമ്മുടെ മനസ്സിന്റെയും വികാരങ്ങൾക്കും കാരണമായിട്ടാണ്. That is why Jesus Christ is healing our broken heart. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ കർത്താവ് If you സൗഖ്യമാക്കുന്നത്. read in Psalms, സങ്കീർത്തനങ്ങളുടെ പുസ്തകം if you read in Psalms and Isaiah,
സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പുസ്തകത്തിലും we വായിക്കുമ്പോൾ can see the Spirit of the Lord God is upon Jesus Christ, and the Lord has anointed Jesus Christ to heal the brokenhearted. ഈ ദൈവത്തിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. ആ ആത്മാവ് സകലരുടെ ഹൃദയങ്ങളെയും സൗഖ്യമാക്കുന്നു. And in Psalms we can see he heals the broken heart and binds up our wounds. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു, അവനിലുള്ള ആ അഭിഷേകത്താൽ ഹൃദയങ്ങൾ If you സൗഖ്യമാകുന്നു. read in Psalms chapter 34, സങ്കീർത്തനങ്ങൾ 34 അധ്യായം Psalms chapter 34 says, the Lord is near to those who have a broken heart. ഹൃദയം നുറുങ്ങിയവരുടെ സമീപസ്ഥനായിരിക്കുന്നു കർത്താവെന്ന് 34 സങ്കീർത്തനങ്ങൾ പറയുന്നു. So from the time we are born into this world, നാം ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ, even before we are born, from the time we are in our mother's womb, നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം മുതൽ lot of negative emotions affect our lives. പലതരത്തിലുള്ള നകാരാത്മകമായ വികാരങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ട്. Those negative emotions affecting the mother also affects the child. അമ്മയെ ബാധിച്ച വികാരങ്ങൾ ആ കുഞ്ഞിനെയും ബാധിച്ചിട്ടുണ്ട്. Even through the genetics, the natures and the characters of mother comes to the child. ആ പാരമ്പര്യത്തിലൂടെ അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞിലേക്ക് അമ്മയിലൂടെ വന്നിട്ടുണ്ട്. Characters സ്വഭാവം, like fear, any negative emotions can come through the mother to the child. ഭയം പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അമ്മയിലൂടെ കുഞ്ഞിലേക്ക് വന്നിട്ടുണ്ട്. So when a child is born, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ when that child is already born with many characters from their parents, which are like negative emotions. പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിലൂടെ വികാരങ്ങളിലൂടെ ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു So വീഴുകയാണ്. according to the scripture says we have to always be rejoicing in the Lord. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, നാം എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുക, സന്തോഷിക്കുക. We should not fear. നാം ഒരിക്കലും We should not ഭയപ്പെടരുത്. be anxious. നാം എപ്പോഴും ഒരിക്കലും So the word ഉത്കണ്ഠരാകരുത്. of God does not allow us to have any negative emotions in our hearts. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഉത്കണ്ഠയുള്ളവരായി തീരരുത്. Any negative emotions. ഒരു നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളിൽ ഉണ്ടാകരുത്. But if you have negative emotions, നിങ്ങളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ it's a violation of the word of അത് God. ദൈവത്തിന്റെ വചനത്തിന്റെ And ലംഘനമാണ്. because of that sin, ആ പാപത്താൽ many sicknesses come in our body. പലതരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളിലേക്ക് So this വരാം. is one reason why sicknesses can come in our lives. ഇത് ഒരു കാരണമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മിലേക്ക് രോഗങ്ങൾ വരുന്നതിന്റെ കഷ്ടങ്ങൾ So when വരുന്നതിന്റെ. sickness come, we cannot blame God. നമ്മിൽ രോഗങ്ങൾ വരുമ്പോൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കാൻ It കഴിയില്ല. can be because of our emotions, because of our negative emotions. അത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിലൂടെ വികാരങ്ങളിലൂടെ But we have സംഭവിച്ചു. a solution. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. There is anointing upon Jesus Christ to heal our broken heart. അങ്ങനെ നുറുങ്ങിയ ഹൃദയത്തെ സൗഖ്യമാക്കുന്ന ഒരു അഭിഷേകം യേശുക്രിസ്തുവിലുണ്ട്. Okay, there's also some sickness that comes because of food or external kind of sicknesses. പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളാലും ചില രോഗങ്ങൾ നമുക്ക് സംഭവിക്കാം. If you read in Psalms chapter 91, 91 സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ I want to read it for you. Psalms chapter 91 verse 3 onwards. സങ്കീർത്തനങ്ങൾ 91 മുതലുള്ള വാക്യങ്ങൾ. Here we have the answer for any kind of diseases that can come in our lives because of any virus, because of any bacteria, any kind of pestilences. പുറമേ നിന്ന് വൈറസിലൂടെ ബാക്ടീരിയയിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Chapter 91 verse 3 onwards. Surely he shall deliver you from the snare of the fowler and from the perilous pestilences. He shall cover you with his feathers, and under his wings you shall take refuge. His truth shall be your shield and buckler. You shall not be afraid of the terror by night, nor of the arrow that flies by day, nor of the pestilence that walks in darkness, nor of the destruction that lays waste at noonday. 1,000 may fall at your side and 10,000 at your right hand, but it shall not come near you. 3-7. 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴ്
നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. Amen. So, any kind of viruses, pestilences, anything that comes from outside and affect your body, നിങ്ങൾ പുറമേ നിന്ന് വന്ന് നിങ്ങളെ ബാധിക്കുന്ന രോഗിയാക്കുന്ന വൈറസുകളോ ബാക്ടീരിയകളോ എന്തു തന്നെയായാലും, nowadays say viral fever, coronavirus, all kind of virus that come from outside. ഈ ദിവസങ്ങളിൽ പലതരത്തിലുള്ള വൈറൽ ഫീവർ അതുപോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൊറോണ ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറമേ നിന്ന് നമ്മുടെ ശരീരത്തെ Even if a virus affects the whole world or many nations together, ഈ വൈറസുകൾ ഈ ലോകം മുഴുവനും ബാധിച്ചാലും or it affects many nations together, പല രാജ്യങ്ങളെയും ബാധിച്ചാലും, it will not come near you. എന്നാൽ അത് നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. It may affect many people. അത് പലരെയും ഇത് ബാധിച്ചു എന്ന് And പറയാം. thousands of people at your left side, they may fall with that sickness. നിങ്ങളുടെ ഇടതുവശത്ത് ഈ രോഗം ബാധിച്ച് 1000 വീഴാം. And at the right hand, 10,000s may fall. 10,000 നിങ്ങളുടെ വലതുഭാഗത്ത് വീഴാം. But it will not come near you. എന്നാൽ അത് നിങ്ങളുടെ അടുത്ത് വരത്തില്ല. Amen. This is the promise of God. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. I'm not saying the reality that is happening to many people. എന്നാൽ പലരിലും സംഭവിക്കുന്ന വാസ്തവികതയെക്കുറിച്ചല്ല ഞാൻ Many പറയുന്നത്. people fall into sickness. പലരും രോഗികളായി തീരാം. But this is the promise. This is the word of God. എന്നാൽ ദൈവത്തിന്റെ വചനം വാഗ്ദത്തം നൽകിയത് ഇതാണ്. Sufferings may come. കഷ്ടങ്ങൾ വരാം. But we have the solution in God. എന്നാൽ അതിന് നമുക്ക് പരിഹാരമുണ്ട്. We should never be discouraged and think that there is no solution. അങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷനും ഇല്ലെന്ന് ധൈര്യപ്പെടേണ്ട കാര്യമില്ല. And we should never be afraid of any sicknesses. എന്നാൽ ഒരു രോഗത്താലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. Because nothing shall harm us. കാരണം ഒന്നും നിങ്ങളെ ഹാനി വരുത്തില്ല. I'll also like to read one more scripture. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Exodus chapter 23 verse 25. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം. Here it says 23:25. 23-ാം അധ്യായം 25-ാം വാക്യം. So you shall serve the Lord your God, and he will bless your bread and your water, and I will take sickness away from the midst of you. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. Now this is one of the scripture that used to strengthen me when I'm in different places. ഞാൻ പല ഇടങ്ങളിലായിരുന്നപ്പോഴും ഈ ഒരു വചനം എന്നെ ബലപ്പെടുത്തി. Many people say in our hometown the food I'm okay with the food in my hometown. എൻ്റെ സ്വദേശത്തായിരുന്നാൽ അവിടുത്തെ ഭക്ഷണ രീതികളെല്ലാം എൻ്റെ ശരീരത്തിന് യോജ്യമാണ്. But if I go outside my hometown, maybe the food may not. എന്നാൽ എൻ്റെ പട്ടണം വിട്ട് ഞാൻ മറ്റൊരു ദേശത്ത് പോകുമ്പോൾ അതെന്നും അവിടുത്തെ ഭക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിന് യോജിക്കുന്നതായിരിക്കത്തില്ല. But the scripture says the Lord will bless our bread and our water, and he will take sickness away from our midst. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, നിങ്ങളുടെ ദൈവമായ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. So from that when I got the revelation of the scripture, ഈ വചനത്തിന്റെ വെളിപാട് എനിക്ക് ലഭിച്ചപ്പോൾ I became sure that even if I eat something that is not common to me, it will not affect me. എനിക്ക് ഉറപ്പായി ഞാൻ എന്ത് തന്നെ ഭക്ഷിച്ചാലും അത് എന്നെ രോഗിയാക്കത്തില്ല. So I want to encourage you, and I want to make sure that for everything there is a solution in God. അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. Then also I also talked about deficiency, diseases coming because of deficiency. പല കുറവുകളാലും രോഗങ്ങൾ വരാം. I was thinking what kind of healing God will do because there is a deficiency in our body. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള രോഗങ്ങൾ വരാം. Like vitamin deficiency, calcium deficiency, any kind of deficiency. വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ്റെ കുറവ് അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവ്, ഇത്തരത്തിലുള്ള കുറവുകൾ വരാം. So I read this scripture from Psalms 103. അവിടെയാണ് ഞാൻ 103-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചത്. Psalms 103 verse 5. 103-ാം സങ്കീർത്തനം 5-ാം വാക്യം. He satisfies
our mouth with good things, so that our youth is renewed like the eagles. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. He is the one who gives us good things. അവനാണ് നമുക്ക് നല്ല കാര്യങ്ങൾ Whatever നന്മ we need നൽകുന്നത്. for our life. എന്താണോ നമ്മുടെ ജീവിതത്തിന് വേണ്ടത്, Even before we ask or even before we think of it, He knows it. നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുന്നതിന് മുന്നമേ തന്നെ അവൻ We അറിയാം only need to എന്താണ് trust in Him. അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. And He will make our youth as like an eagle, അവൻ renewed like an eagle. അവൻ നമ്മുടെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കും. He forgives our sins. നമ്മുടെ പാപങ്ങളെ അവൻ And ക്ഷമിക്കും. He'll heal all our diseases. നമ്മുടെ സകല രോഗങ്ങളെയും He അവൻ സൗഖ്യമാക്കും. satisfies our mouth with good things and make our youth renewed like the eagles. അവൻ നമ്മുടെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. So I have shown you several scriptures which shows that God heals all our any kind of diseases. ഞാൻ പല വാക്യങ്ങളും നിങ്ങളെ കാണിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണിച്ചു. ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും അതിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കും. We only need to trust, we only need to believe in God. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കണം. We don't have to blame anyone. നമുക്ക് ആരെയും കുറ്റം We ചുമത്താൻ don't have പാടില്ല. to blame the pastor who prayed for us. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാസ്റ്ററേയും കുറ്റം We ചുമത്തരുത്. don't have to blame ourselves for our sickness. നമ്മുടെ രോഗങ്ങൾ കൊണ്ട് നമ്മെ തന്നെ നാം വിധിക്കരുത്. We only have to receive the healing anointing from God. നമുക്ക് കർത്താവിലുള്ള ആ സൗഖ്യത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. And if we are not healed, നാം സൗഖ്യമായില്ലെങ്കിൽ there are chances that healing sometimes does not happen in our bodies. നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ആ രോഗസൗഖ്യം ഉണ്ടായെന്ന് വരില്ല. There's also some people who believe in Jesus but died because of sickness. ചില വ്യക്തികൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിലും ചില രോഗങ്ങളാൽ അവർ മരണപ്പെട്ടു. Here comes the faith of Shadrach, Meshach and Abednego. അവിടെയാണ് ശദ്രക് മേശക്കിന്റെയും അഭിനയത്തിന്റെയും വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. We know that God will deliver us. നമുക്കറിയാം കർത്താവ് നമ്മെ സൗഖ്യമാക്കും. Even if he does not, അവൻ നമ്മെ സൗഖ്യമാക്കിയില്ലെങ്കിലും he is our God. അവൻ നമ്മുടെ ദൈവമാണ്. Here comes the testing of our faith. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന. Here comes the patience of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന When you ഇവിടെയാണ്. read Hebrews chapter 11, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം we can അധ്യായത്തിൽ see many faith warriors. അവിടെ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് A പറയുന്നത്. group of people, they received the promise from God. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച വലിയൊരു ജനം അതിനകത്ത് They കാണാം. received healing. അവർ പലതരത്തിലുള്ള സൗഖ്യത്തെ They സ്വീകരിച്ചു. received the dead back to life. അവർ മരിച്ചവരിൽ നിന്ന് Many ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. miracles happened in their life പലതരത്തിലുള്ള അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ because they നടന്നു. believed in God. കാരണം അവർ ദൈവത്തിൽ And they വിശ്വസിച്ചു. got the testimony that they have believed in God and their faith is proven. അവരുടെ വിശ്വാസം ഉറക്കുകയും അവരുടെ വിശ്വാസം അത് ഉറപ്പിക്കുകയും ചെയ്തു, തെളിയിക്കപ്പെടുകയും ചെയ്തു. But also there is second group of people. എന്നാൽ ഒരു രണ്ടാമതൊരു ഗ്രൂപ്പുണ്ട്. They refused deliverance. അവർ സൗഖ്യത്തെ സ്വീകരിച്ചില്ല. They were harmed. അവർക്ക് കഷ്ടമാണ് They ഉണ്ടായത്. were sworn in two. രണ്ടായി കീറി. രണ്ടായി അവർ പിളർന്നു പോയി. They went through many sufferings. അവർ പലതരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ They were കടന്നുപോയി. not saved from the sufferings. അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവർ But still വിടുവിക്കപ്പെട്ടില്ല. they also got the testimony that they had kept their faith. എന്നാൽ അവരും പറയുന്നു ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. So sufferings come in our life. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകാം. First of all, we have to know it's only for a while. എന്നാൽ നാം അറിയേണ്ടതുണ്ട് അത് അല്പനേരത്തേക്കാണ്. And even if sufferings come in our life and it does not go away from us, എന്നാൽ ആ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, ആ കഷ്ടങ്ങൾ നീങ്ങിപ്പോകുന്നില്ലെങ്കിലും we have to stand firm in our faith. എന്നാൽ നാം ഉറപ്പോടെ വിശ്വാസത്തിൽ ഉറപ്പോടെ That is നിൽക്കണം. why the scripture says the suffering proves the genuineness of our faith. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത് ആ കഷ്ടങ്ങളാണ് നമ്മെ പ്രൂവ് ചെയ്യുന്നത്. If you read in Deuteronomy, ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ we can see God was testing the people of Israel. അവിടെ ഇസ്രായേലി ജനത്തെ ദൈവം പരീക്ഷിക്കുന്നതായിട്ട് കാണാം. God tested them to show them their heart. ആ മനുഷ്യരുടെ ഹൃദയത്തെ കാണിക്കാനാണ് ദൈവം അവർക്ക് To പരിശോധനയിലൂടെ show അവരെ them കാട്ടുന്നത്. that if they will walk in the commandments or if they will walk in the way of God, ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ God tested them to show them if they will walk in his law or not. ദൈവം അവരെ പരീക്ഷിച്ചത് അവരെ ദൈവത്തിന്റെ വഴിയിൽ നടത്തുവാൻ വേണ്ടിയാണ്. So when our faith is tested, നമ്മുടെ
വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ It is to show our heart. അത് നമ്മുടെ ഹൃദയത്തെ കാണിച്ചു തരിക. At the time of test, what is our heart? അങ്ങനെയുള്ള പരിശോധനകൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരിക. Are we doubting? നമ്മൾ ദൈവത്തെ സംശയിക്കുകയാണോ? Are we blaming God? ദൈവത്തെ നാം കുറ്റം പറയുകയാണോ? Are we wavering from our faith? നമ്മുടെ വിശ്വാസത്തിൽ നാം ഉലഞ്ഞു പോവുകയാണോ? And secondly, when God tests our faith, രണ്ടാമത് ദൈവം നമ്മെ പരിശോധിക്കുന്നത് it is to make us humble. നമ്മെ താഴ്മയുള്ളവരാക്കി It is തീർക്കാനാണ്. to make us to fear God all our days. നമ്മുടെ ഓരോ ദിവസത്തിലും ദൈവ ഭയത്തിൽ ജീവിക്കാൻ It വേണ്ടിയാണ്. is to make us perfect. നമ്മെ പൂർണ്ണരാക്കുവാൻ It is to വേണ്ടിയാണ്. make us to walk in His commandments. അവന്റെ കൽപ്പനയിൽ നമ്മെ നടത്തുവാൻ It വേണ്ടിയാണ്. is to show that we have to trust in Him entirely. നാം അവനെ പൂർണ്ണമായും വിശ്വസിക്കാൻ വേണ്ടിയാണ്. When you read in James, യാക്കോബിന്റെ പുസ്തകം, I'm not taking the scripture, but when you read in James, യാക്കോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ it says the testing of our faith produces patience. നാം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ Patience. സഹിഷ്ണുത വർദ്ധിപ്പിക്കും. You know why we need patience? നമുക്ക് സഹിഷ്ണുതയുടെ ആവശ്യം എന്താണ്? Because we are in this world right now. ഇപ്പോൾ നാം ഈ ലോകത്തിലായിരിക്കുന്നു. And there is a time when God will come back for us. ഒരു സമയമുണ്ട് കർത്താവ് തിരികെ വരുന്ന സമയം. Maybe we will die before that. അതിനു മുന്നമേ നാം ഈ ഭൂമിയിൽ നിന്ന് Or നീക്കപ്പെട്ടെന്ന് വരാം. maybe He will come when we are alive. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വന്നു എന്ന് വരാം. But there is a time period of waiting. എന്നാൽ അതിനായിട്ട് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടുന്ന ഒരു സമയമുണ്ട്. There is also waiting period when God gives us a promise. നമുക്ക് കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയെങ്കിൽ ആ വാഗ്ദത്തത്തെ നിവർത്തിക്കാനും ഒരു സമയമുണ്ട്. So during this waiting period we need to have patience. അത്രയും സമയം നാം വളരെ സഹിഷ്ണുതയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. That is why our faith has to be tested. അവിടെയാണ് നമ്മുടെ പരീക്ഷണത്തിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നത്, പരീക്ഷ So നടക്കുന്നത്. that we will have patience and endurance. അവിടെയാണ് നമുക്ക് സഹിഷ്ണുത വേണ്ടത്. Finally, I want to read for you from Zechariah. സെഖര്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് അവസാനമായി ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Zechariah chapter 13. 13-ാം അധ്യായം. Zechariah chapter 13. Here we can see chapter 13. Okay. സെഖര്യാവ് 13-ാം അധ്യായം Verse 9. 13-ന്റെ 9. Here we can see God is separating a group of people. ഇവിടെ ദൈവം ഒരു കൂട്ടം വ്യക്തികളെ വേർതിരിക്കുകയാണ്. And verse 9. 9-ാം വാക്യം. I will bring the 1/3 through the fire, will refine them as silver is refined, and test them as gold is tested. They will call on my name, and I will answer them. I will say, this is my people, and each one will say, the Lord is my God. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്നും ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവം എന്ന് അവരും പറയും. Amen. So Amen. the Lord tests us because He wants to make us His people. അവന്റെ ജനമാക്കി മാറ്റാനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്. He tests us as silver is refined and the gold is tested through fire. അവൻ നമ്മെ വെള്ളിയിൽ ശോധന ചെയ്യുന്നത് പോലെ, സ്വർണത്തെ ശോധന ചെയ്യുന്ന പോലെയും നമ്മെ ശോധനയിലൂടെ So കടത്തിവിടും. that we shall become perfect. അങ്ങനെ നാം That പൂർണ്ണരാവുകയാണ്. we should have endurance. നമുക്ക് സഹിഷ്ണുത വേണം. We should be completely humble. നാം വളരെ We should താഴ്മയുള്ളവരായിരിക്കണം. entirely trust in God പൂർണ്ണമായും ദൈവത്തിൽ and never വിശ്വസിക്കണം. be shaken. അങ്ങനെ ഒരിക്കലും നാം ചാഞ്ചാടി That's the പോകരുത്. scripture says, these afflictions are for little while, ഈ കഷ്ടങ്ങളെല്ലാം and when it അല്പനേരത്തേക്കുള്ളതാണ്. comes into your life, നമ്മുടെ ജീവിതത്തിലേക്ക് പലതും കടന്നു വരുന്നത്. never be shaken. നാം അങ്ങനെയുള്ള സമയത്തൊന്നും നാം ആടി ഉലഞ്ഞു We പോകരുത്. have to stand firm. നാം ഉറപ്പോടെ നിൽക്കണം. So in order for us to stand firm, the sufferings come. ഈ നാം ഉറപ്പോടെ നിൽക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു So വരുന്നത്. whenever
negative situations come in our life or sufferings come in our life, നമ്മുടെ ഇത്തരത്തിലുള്ള കഷ്ടങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ let us not focus on that. നാം അതിലേക്ക് ഫോക്കസ് But let ചെയ്യണം. us look on to Jesus. നാം ജീസസിലേക്ക്, യേശുവിലേക്ക് Let us നോക്കണം. look on to His word. അവന്റെ വചനത്തിലേക്ക് Let us നോക്കണം. look on to His promises. അവന്റെ കൽപ്പന, അവന്റെ Let us വാഗ്ദത്തങ്ങളിലേക്ക് look നോക്കണം. on to eternity. ആ നിത്യതയിലേക്കായിരിക്കണം നമ്മുടെ Let ഫോക്കസ്. us look on to His faithfulness. അവന്റെ വിശ്വസ്തതയിലേക്കായിരിക്കണം നാം നോക്കേണ്ടത്. Let us look on to His heart. അവന്റെ ഹൃദയത്തിലേക്കായിരിക്കണം നാം നോക്കേണ്ടത്. Let us not focus on the signs and wonders of Jesus. അത്ഭുതങ്ങളും അടയാളങ്ങളിലേക്കുമല്ല, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളിലേക്കുമല്ല നാം നോക്കേണ്ടത്. He will perform miracles for us. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും But ചെയ്യും. even if He does not, അങ്ങനെ അവൻ ചെയ്തില്ലെങ്കിലും we have to stand firm in our faith. എന്നാൽ നാം ഉറപ്പോടെ അപ്പോഴും നിൽക്കണം. So we are in the end times. നാം അവസാന സമയങ്ങളിലാണ്. Many kind of sufferings come in our life. പലതരത്തിലുള്ള ശോധനകൾ, കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് Many കടന്നു വരാം. tests come in our life. പലതരത്തിലുള്ള പരീക്ഷകൾ വരാം. But we have to stand firm in our faith. എന്നാൽ നാം ജീവിതത്തിൽ ഉറപ്പോടെ I know we നിൽക്കണം. all stand firm in our faith. നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പോടെയാണെന്ന് നമുക്കറിയാം. We all are much mature in the word of God and നാം വചനത്തിൽ spirituality. വർദ്ധിച്ചവരാണ്. We all are mature in the word of God. നാം വചനത്തിൽ വളർന്നവരാണ്. And we are all mature in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം വളർന്നവരാണ്. But there are times that we can be shattered. എന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ, നമ്മുടെ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരാം. When we are in our waiting period, നമ്മുടെ ആ വെയിറ്റിംഗ് there പീരീഡിലായിരിക്കുമ്പോൾ are things that come in our life that make us to doubt. നാം അത്തരത്തിലുള്ള കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം പലതരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ I have ജീവിതത്തിലുണ്ടാകും. doubted many times. ഇങ്ങനെയുള്ള സംശയങ്ങൾ എൻ്റെ ഉള്ളിൽ പലപ്പോഴും I have asked വന്നിട്ടുണ്ട്. God many questions. അങ്ങനെ ഞാൻ ദൈവത്തോട് പല ചോദ്യങ്ങൾ But ചോദിച്ചു. for every questions, God gave an answer. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം ഒരു ഉത്തരം So പറഞ്ഞു. we have to focus our eyes, fix our eyes on Jesus. അതുകൊണ്ട് തന്നെ നമ്മുടെ നേത്രങ്ങൾ, നമ്മുടെ ദൃഷ്ടി And യേശുവിലായിരിക്കണം. allow God to make us perfect through sufferings. അങ്ങനെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ദൈവം തന്നെ നമ്മെ ആ പൂർത്തിയിലേക്ക് കൊണ്ടുവരും. Allow God to make us perfect through ദൈവത്തിന് sufferings. അനുവദിച്ചു കൊടുക്കുക നമ്മളെ ആ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് നമ്മെ If we are പൂർണ്ണരാക്കുക. broken when sufferings comes, we are not becoming perfect. അങ്ങനെ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോയാൽ നാം ആ പൂർണ്ണതയിലേക്ക് We have to എത്തിച്ചേരത്തില്ല. allow God to make us perfect. ദൈവത്തിന് അനുവാദം കൊടുക്കുക. So we have to completely rely on His grace. അവന്റെ കൃപയിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുക. So let us stand together. നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം. Let us ask God to give us this grace. നമുക്ക് കർത്താവിനോട് അവന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Many situations come in our life, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാകാം. but we know that God is always in control. എന്നാൽ ദൈവം എപ്പോഴും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം. The scripture says, many are the afflictions of the righteous, നീതിമാന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള കഷ്ടങ്ങൾ വരാമെന്ന് but ദൈവവചനം God പറയുന്നു. delivers them out of them all. എന്നാൽ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം Let വിടുവിക്കുന്നു. me repeat it. God delivers us out of every sufferings. സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം We വിടുവിക്കുന്നു. only have to look onto Him. നമുക്ക് അവനിലേക്ക് നോക്കുക എന്നുള്ളത് We have to മാത്രമാണ്. entirely trust in Him. അവനിൽ പൂർണ്ണമായി നാം വിശ്വസിക്കുക. Submit ourselves entirely to Him. അവനിൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുക. Love Him alone. അവനെ മാത്രം And സ്നേഹിക്കുക. He will deliver us from every kind of situations. അങ്ങനെയുള്ളപ്പോൾ അവൻ സകല കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കും. He will prove our faith. നമ്മുടെ വിശ്വാസത്തെ അവൻ He ഉറപ്പിക്കും. will make us to stand firm until the end. അവസാനം വരെയും വിശ്വസ്തയോടെ ഉറപ്പോടെ Let us നിൽക്കാൻ അവൻ ask സഹായിക്കും. God for this grace. ഈ കൃപയാണ് കർത്താവ് നമുക്ക് Let us പകർന്നിരിക്കുന്നത്. ask God to give us this grace to stand firm in any situation. നമുക്ക് ഈ കൃപയെ കർത്താവിനോട് ചോദിക്കാം. നമ്മൾ അവസാനം വരെയും ഒടുവിൽ വരെയും നാം ഉറപ്പോടെ If you നിൽക്കുക. are going through any hard situations, ഏതെങ്കിലും കഠിന സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു if പോവുകയാണ്,
വിഷമിക്കുകയാണെങ്കിൽ sickness, അത് if രോഗമായിരിക്കാം, it's any hard situations, ഇത് എങ്ങനെയുള്ള കഠിനതകളിലൂടെയും കടന്നു പോകുന്നു, first of all, you know that God can save you from it. എന്നാൽ ദൈവത്തിന് അവിടെ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. God has a solution for it. ദൈവത്തിന് ഒരു സൊല്യൂഷനുണ്ട്. Let us submit our hearts for that. നമ്മുടെ ഹൃദയത്തെ അതിനുവേണ്ടി സമർപ്പിച്ചു Let us കൊടുക്കാം. submit our hearts to God. നമുക്ക് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ തന്നെ Thank you, സമർപ്പിച്ചു കൊടുക്കാം. Jesus.